തമാശയോടുണ്ട്. നല്ല രസമുണ്ട്. സൂപ്പർ പടം നല്ല പടമാണ്. അതായത് വയസ്സ് എത്രയായി ആ പടം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഗടിക്കാൻ ബോറടിക്കേണ്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നി. പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇറങ്ങിയ സമയം ശരിയില്ല. അതായത് ആടുജീവിതം പോലത്തെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിനൊപ്പം ക്ലാഷ് വെച്ച കാരണമാണ് ഈ പടത്തിന് മെയിൻ പറ്റിക്കുന്നൊരു പറ്റി. അത് എനിക്ക് പടം കണ്ടപ്പോൾ മനസ്സിലായി. കാരണം നമുക്ക് ബോറടിക്കേണ്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. പെർഫോമൻസ് ഒക്കെ നല്ല. എനിക്ക് എല്ലാവരും പേരറിഞ്ഞൂടാ, അത് കാരണം പേരെടുത്ത് പറയല. എന്തായാലും അഭിനയിച്ച എല്ലാവരും നല്ല രസമായിട്ടുണ്ട്. മെയിൻ ലീഡ് റോൾ ചെയ്ത പുള്ളിയും ആ ലീഡ് റോൾ ചെയ്ത മെറീന മൈക്ക് അങ്ങനത്തെ കണ്ടത്. എനിക്ക് അറിഞ്ഞൂടെ പേരെങ്കിൽ എന്തായാലും നല്ല രസമായിട്ട് ചെയ്തത്. എനിക്കിഷ്ടമായി. ഫാമിലി എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ല മൂവിയാണ്. താങ്ക് യു. നന്നായിട്ട് അഭിനയിച്ചു. ബാക്കിയുള്ള കഥാപാത്രങ്ങൾ എല്ലാവരും ഒരുവിധം എല്ലാവരും അടിപൊളിയായിരുന്നു. നല്ലതായിരുന്നു. ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നോ? ചിരിക്കാനില്ലായിരുന്നോ? കോമഡി ജോണറാണ്. പക്ഷേ നമുക്ക് കോമഡിയിലേക്കാൾ കുറച്ചുകൂടി ഇമോഷൻസ് ഒക്കെ വർക്കാവുന്നത്. കോമഡി വർക്കാവുന്നുണ്ട് നല്ല രീതിയിൽ. നല്ല ഇമോഷൻസ് വർക്കാവുന്നുണ്ട്. നല്ലൊരു മൂവിയാണ്. ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. കോമഡി മൂവിയാണ്. സൂപ്പറല്ല. ചെറിയ പടമാണെന്ന് പറഞ്ഞ തല്ലിക്കളഞ്ഞാണ് പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകൾ. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഹൗസ്ഫുള്ളാണ്. കോഴിക്കോട് 3 സെന്ററുകളിൽ ഹൗസ്ഫുള്ളാണ്. 2 ഷോകൾ വെച്ചിട്ട്. തലശ്ശേരി ഹൗസ്ഫുള്ളാണ്, കാഞ്ഞങ്ങാട് ഹൗസ്ഫുള്ളാണ്, തിരുവനന്തപുരത്ത് ഇന്നലെ മിഞ്ഞാന്ന് ഹൗസ്ഫുള്ളാണ്. എറണാകുളത്തെ ഫസ്റ്റ് ഷോ ആണ് വരുന്നതിൽ. ഇന്നലെ മിഞ്ഞാന്ന് ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയില്ല ഇവിടെ. നാളെ മുതൽ ഓടിക്കോളും. ഒട്ടുമിക്ക ഓൾമോസ്റ്റ് 10 വലിയ സെന്ററുകളിലാണ് ഇത് ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുപടമല്ല. നിങ്ങൾ എല്ലായിടത്തും ഈ പടം എത്തിക്കണം. ഇതൊരു വലിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള പടമാണ്. കല്യാണം കിട്ടാത്തുള്ള പദമാണ്. ഇത് കണ്ടിട്ട് ഓഡിയൻസ് വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. നല്ല ഓഡിയൻസാണ്. തൃശ്ശൂർ ഇപ്പോൾ ഇനോക്സിലാണ് ഞങ്ങൾ ഇപ്പോൾ അടുത്ത് പോകുന്നത്. തൃശ്ശൂർ ഇനോക്സിൽ ഓൾമോസ്റ്റ് ഫുള്ളായി. അപ്പോൾ ഞങ്ങൾ കൂടി പോയി ചേർന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ ആയി. നാളെ നേരെ കോഴിക്കോടാണ്. കോഴിക്കോട് രാമനാട്ടുകര, കോഴിക്കോട് സിറ്റിയിൽ 3 സെന്റർ, വടകര, പേരാമ്പ്ര, കക്കട്ട്. മലബാറിന്റെ പടമാണിത്. ഓക്കെ, മലബാറിന് ഇനി സൗത്തുകാർ ഏറ്റെടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത ചൊവ്വാഴ്ച ട്രിവാൻഡ്രത്ത് പോകുന്നതായിരിക്കും. ഒരു നല്ല 6 പാട്ടുകൾ, നല്ല സെന്റിമെന്റ്സ്, നല്ല കോമഡി, വടകര സ്ലാങ്, റീജിയണൽ സബ്ജക്ട്, റീജിയണൽ മാറ്റർ, സോഷ്യൽ ക്രെഡിബിലിറ്റി സബ്ജക്ട്, ഇതെല്ലാവരിലും എത്തിക്കണം. മീഡിയാസ് ഞങ്ങൾ അപ്പുറത്ത് വലിയ പടമുണ്ട്. ആ വലിയ പടത്തിനുള്ളിൽ ഞങ്ങൾ അതായത് നിങ്ങളാണ് കാത്തുകൊള്ളിക്കേണ്ടത്. പിന്നെ ഓഡിയൻസ് ഫുള്ളാണ്. കേരളത്തിലുണ്ട് ഞങ്ങൾക്ക് തിയേറ്റർ കിട്ടാത്ത അവസ്ഥയുണ്ട്. പക്ഷെ കിട്ടിയ തിയേറ്ററുകളെല്ലാം ഫുള്ളാണ്, പാക്ഡാണ്. ഓക്കെ, താങ്ക് യു. നല്ല ഫീലായി കണ്ടപ്പോൾ. എല്ലാവരും നല്ല നല്ല റെസ്പോൺസാണ്. കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഇപ്പം ഗ്രോത്ത് ചെയ്ത ഒരു ഭയങ്കര ഇമോഷണൽ ക്യാരക്ടറെ ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഫീലായി. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ സന്തോഷം. സമൂഹത്തിൽ ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ നല്ലൊരു സിനിമയൊക്കെ എനിക്ക് തോന്നിയത്. എനിക്ക് ചെറിയ വേഷം ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് വളരെ സന്തോഷം. എല്ലാവരുടെയും ഹൗസ്ഫുള്ളായിട്ടൊന്നും കേൾക്കുന്നത് അല്ല എങ്കിലും എനിക്ക് പത്രത്തിൽ പറയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുത്തരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? നല്ല അനുഭവം. കാരണം എന്താ വെച്ചാൽ എല്ലാ കോമഡിയും സീരിയസും എല്ലാം കൂടി കലർന്നൊരു സിനിമയാണ്. നല്ല അഭിപ്രായമാണ്. കുറേ ആളുകളൊക്കെ കണ്ടിട്ട് വിളിച്ച് പറഞ്ഞത്. നല്ലോണം തന്നെ പ്രതീക്ഷിക്കുന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. 30 വയസ്സ് കഴിഞ്ഞ ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അവർക്കുള്ളൊരു സിനിമയാണ്. നല്ല സൂപ്പറായിരുന്നു. സ്ഥിരമായിട്ടത് കണ്ടിരിക്കാം. വലിയ ആകർഷകമൊന്നും ഇല്ലെങ്കിൽ നോക്കുമ്പോൾ കണ്ടന്റ് നല്ല രസമാണ്. എനിക്കിഷ്ടപ്പെട്ടു.